ദിഗ്വിജയ, നാഗമാണിക്യം കാലാകാലങ്ങളായി, എത്രയോ ദശകങ്ങളായി, എത്രയോ പോരാട്ടങ്ങളിലൂടെ, മഹാമന്ത്രതന്ത്ര വിദ്യസിദ്ധികളിലൂടെ കടന്നുപോയിട്ടുള്ളതാണ്. നാഗമാണിക്യം നമ്മുടെ കയ്യിലെത്തുന്നതായിരിക്കും. നാഗപ്രസന്ന പൂജ നടത്തിയാൽ ഉടൻ തന്നെ മഹാശക്തി എന്റേതായി തീരും ദിഗ്വിജയ, എന്റേതായി തീരും. നാഗമാണിക്യം എനിക്ക് നേടിത്തരാമെന്ന് പറഞ്ഞവൻ ഇപ്പം മറ്റൊരു തരത്തിലാണ് സംസാരിക്കുന്നത്. ആദ്യം ആ നാഗമാണിക്യം എന്റെ കയ്യിൽ കിട്ടട്ടെ, എന്നിട്ട് ഇവനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നതാണ്. നാഗമാണിക്യം നാഗലോകത്തെ പരമപാവനമായ പുണ്യമാണിക്യമാണ്. അത് എപ്പോഴും സാത്വിക ആരാധകരുടെ കൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നിങ്ങളെപ്പോലുള്ള ദുഷ്ടമന്ത്രവാദിനികൾക്ക് അത് ലഭിക്കില്ല. നാഗമാണിക്യത്തിന് പുറകെ വരുന്ന പാപികൾക്ക് ഇതായിരിക്കും ശിക്ഷ. ഗുരുക്കളെ, എന്താ സംഭവിച്ചേ? ഭൂമിയിൽ സ്പർശിച്ചിരുന്ന നാഗമാണിക്യം ആരോ കൈവശപ്പെടുത്തിയിരിക്കുന്നു. വഴികാട്ടിയായി നിന്ന മാർഗബന്ധു പോലും മായയായി മറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ എന്താണ് ചെയ്യുക? എന്തോ പ്രശ്നമുണ്ട് ദിഗ്വിജയ. തായി ജ്വാലമാലിനി, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം? നാഗമാണിക്യം എങ്ങനെയാണ് ഈ ആകൃതിയിൽ വന്നിട്ടുണ്ടാവുക? ഇത് നാഗമാണിക്യം അല്ലായിരുന്നെങ്കിൽ ഇതിൽ നിന്നും കാളകൂട വിഷവും അമൃതവും പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുമില്ല. ഇത് ആദിപൂർണ സ്വരൂപിയായിട്ടും മാറാറുണ്ട്, മായാ സ്വരൂപിയായിട്ടും മാറാറുണ്ട്. ഛേ, നാഗമാണിക്യം എന്റെ കഴുത്തിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരേ ഒരു തവണ മന്ത്രോച്ചാരണം നടത്തിയാൽ മതിയായിരുന്നു. ഇതാണ് നാഗമാണിക്യം എന്ന് എനിക്ക് മനസ്സിലായേനെ. അതെന്തെങ്കിലും ആവട്ടെ, അവസാനം നാഗമാണിക്യം എന്റെ കയ്യിൽ തന്നെ വന്നല്ലോ. ഇതിനു പുറകെ വന്ന ദുഷ്ടജന്മങ്ങൾക്ക് മരണവും സംഭവിച്ചു. ഇനി എന്റെ ആദിശേഷനെ കണ്ടുപിടിക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഗുരുക്കളെ, നാഗമാണിക്യം എവിടെയാണെന്ന് എങ്ങനെ അറിയുക? സ്പഷ്ടമാകുന്നില്ല ദിഗ്വിജയ. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഈ ഭൂമിയിലുള്ള ഏതോ ഒരു വ്യക്തി നമ്മുടെ ലക്ഷ്യത്തിന് മുൻപേ തന്നെ സഞ്ചരിച്ചുകൊണ്ട് നാഗമാണിക്യത്തിനായി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പരമമായ സത്യമാണത്. അവർ തന്നെയാണ് ആ കൃഷ്ണയും പിന്നെ ദാക്ഷായണിയും, ആ മന്ത്രവാദിനികള്. ഇനി ഒരു പക്ഷേ നാഗമാണിക്യത്തിന് വേണ്ടിയുള്ള പൂജയോ മറ്റോ ചെയ്തതിനു ശേഷം നാഗമാണിക്യം നേടി അതിന്റെ ശക്തിയില് നമ്മളെ അടിമകളാക്കാൻ വേണ്ടി വരികയാണോ? അല്ല ഗുരുക്കളെ, ഒരുപാട് സ്വപ്നം കണ്ടതാ. എനിക്കുണ്ടായിരുന്ന ജീവിതം നഷ്ടപ്പെടുത്തി ജീവിക്കണമെന്നാണോ? നിരാശപ്പെടേണ്ട ദിഗ്വിജയ. തായി ജ്വാലമാലിനിയുടെ ആശീർവാദമുള്ളിടത്തോളം ആ നാഗമാണിക്യം നമ്മുടേത് തന്നെ ആയിരിക്കും. അത് നമ്മൾ കൈക്കലാക്കും ദിഗ്വിജയ. ശരിക്കും ഞാൻ പുറത്തു വന്നോ? ഇവരൊക്കെ എന്നെ ബന്ധിച്ചു വെച്ചിരിക്കുകയായിരുന്നു. നീയാണ് എന്നെ വന്ന് രക്ഷിച്ചത് ശിവാനി. ഇവരെന്നെ ബലി കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. പക്ഷെ ഒടുവിൽ ഇവരാണല്ലോ ബലിയായത്. എന്താ പറ്റിയത് ശിവാനി? മരിച്ചുപോയി. നീയാണോ ഇവരെ? എല്ലാം ആ പരമേശ്വരന്റെ ഇച്ഛയാണ്. അല്ലാതെ ദുഷ്ടന്മാർക്ക് നല്ല രീതിയിൽ മരണം സംഭവിക്കില്ലല്ലോ.
അല്ല ഇവര് അറിയില്ല. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു. അല്ല, നീ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ബന്ദിയാക്കപ്പെട്ടത്? അയ്യോ, ഇവരാണെങ്കിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇവരുടെ അടുത്തേക്ക് വന്നപ്പോ ഇവരാ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ദിഗ്ബന്ധനത്തിലാക്കി. എന്നെ ഒന്ന് വിശ്വസിക്ക് ശിവാനി, ഞാൻ അത്ര മോശപ്പെട്ട ആളല്ല. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ പേടിക്കണ്ട. അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. ഗുരുക്കളെ, എന്ത് സംഭവിച്ചു? പൂജാമന്ത്രങ്ങൾ നിഷ്ക്രിയമാകുന്നല്ലോ. എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നു. ഗുരുക്കൾ എന്തൊക്കെയാ പറയുന്നേ? ഇപ്പോ നിങ്ങളുടെ മന്ത്രങ്ങൾ നിഷ്ക്രിയമാകുന്നെന്നോ? അതെങ്ങനെ സംഭവിക്കുക? ഏതോ ഒരു മഹാശക്തി, ഏതോ സാത്വിക ശക്തി ഈ പൂജാസ്ഥലത്തിന്റെ ആവരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല ഗുരുക്കളെ, അങ്ങനെ ഒരു ദൈവിക ശക്തി ഇവിടെ എത്താൻ എന്താണ് കാരണം? അത് നിങ്ങളുടെ അടുത്ത്. അതല്ല ഗുരുക്കളെ, ഇത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവാം. ജ്വാലമാലിനി തായി ആ സൂചന നൽകിയിരിക്കുന്നു. വാ. ഗുരുക്കളെ, ഇവനാണ് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന പോലീസ് ഓഫീസർ അഭയ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന്റെ പിന്നാലെ എന്നെ പിന്തുടർന്ന് വരികയാണ് അഭയ്. നിങ്ങളെന്താ ഇവിടെ? ഇതാരാ? അത് അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അല്ല, ശിവാനി ഇവിടെ എവിടെയോ പോകുന്നെന്ന് പറഞ്ഞിരുന്നു എന്നോട്. ഇവിടെ വന്നപ്പോ അവരെ കാണുന്നില്ല. അല്ല, ഇതെന്താ? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നോ? ഞാൻ ചോദിച്ചതിന് മറുപടി താ. ഇയാളാരാ? എല്ലാം പറയാം. വീട്ടിലിപ്പോ ഒന്നിനു പുറകെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. വീട്ടിൽ നിന്ന് പോയവരാരും തിരിച്ചു വരുന്നുമില്ല. പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളാ. അപ്പോ ഇവിടെ വന്ന പ്രശ്നങ്ങളൊക്കെ ശരിയാവോ? എന്തെങ്കിലും തപസ് ചെയ്യാമെന്നാണോ? അല്ല, അതിവിടെ ഒരു വനഭദ്ര ദേവിയുടെ പേരിലുള്ള ഒരു അമ്പലമുണ്ട്. ആ ദേവിക്ക് പൂജ ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഒരു സ്വാമിയെ കൂട്ടിക്കൊണ്ടു വന്നതാ. അല്ല, നാട്ടില് കാണാതായവരെ കാട്ടിൽ വന്നിട്ടാണോ അന്വേഷിക്കുന്നത്? ഇവിടം കണ്ടിട്ട് അമ്പലമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ക്ഷേത്രം എവിടെയാണെന്ന് ചോദിക്കുകയാണോ നീ ശിശു? നിന്റെ പുറകിൽ തന്നെയുണ്ട്, നോക്ക്. എന്റെ പിറകിലോ? ശരി മിസ്റ്റർ ധനഞ്ജയ്, ഞാൻ ശിവാനിയെ തേടി കണ്ടുപിടിക്കട്ടെ. നിങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ട് വരൂ. ദിഗ്വിജയ, ഇവനിപ്പോൾ തനിച്ച് ഇങ്ങോട്ട് വന്നത് എന്തിനാ? എനിക്കറിയില്ല ഗുരുക്കളെ. കണ്ടുപിടിക്കണമത്. സ്വാമിജി, ഞാൻ നാഗലോകത്ത് നിന്നും ഈ ഭൂമിയിലേക്ക് വന്നത് ദുഷ്ടന്മാർ മോഷ്ടിച്ചെടുത്ത നാഗമാണിക്യത്തിന് വേണ്ടിയാ. നാഗമാണിക്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞു സ്വാമിജി. ഇത്രയും നാളും എന്റെ കഴുത്തിലിരുന്ന് എന്നെ കാത്തു രക്ഷിച്ചത് ഈ നാഗമാണിക്യമായിരുന്നു. എല്ലാം ആ മഹേശ്വരന്റെ ഇച്ഛയാണ്. ആ പരമേശ്വരൻ ക്ഷണങ്ങൾ തോറും ഭക്തരെ രക്ഷിച്ചുകൊണ്ടിരിക്കും, ദുഷ്ടരെ നിഗ്രഹിക്കും. സ്വാമിജി, ഞാൻ ആഗ്രഹിച്ചത് നേടി. ഞാൻ വന്നതിന്റെ ഉദ്ദേശം സഫലമായി. ഇനി എന്റെ ആദിശേഷനെ കണ്ടെത്തിക്കഴിഞ്ഞ അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഈ നാഗമാണിക്യത്തിൽ അവനെ കൊണ്ട് സ്പർശിച്ച് അവന്റെ കഴിഞ്ഞ ജന്മത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി അവനെ നാഗലോകത്തേക്ക് എനിക്ക് തിരിച്ചു കൊണ്ടുപോകണം. അതുകൊണ്ട് സ്വാമിജി, ദയവ് ചെയ്ത് അവൻ എവിടെയാണെന്നൊന്ന് പറ. അതാ മഹേശ്വരന്റെ ഇച്ഛയാണ്, ദൈവസങ്കല്പമാണ്, അവന്റെ ആഗ്രഹം, അവന്റെ ആശീർവാദം.
നീ ഇവിടെ വന്നതിന് കാരണവും ദൈവസങ്കല്പമാണ്. നിനക്ക് നാഗമാണിക്യം ലഭിക്കണമെന്നത് ദൈവേച്ഛയാണ്. അതേപോലെ തന്നെ ദൈവം ഒരു കാര്യം മറച്ചു വയ്ക്കുന്നതും ആ ദൈവസങ്കല്പമാണ്. എന്നുവെച്ചാ നീ അവനെ നാഗമാണിക്യം സ്പർശിച്ച് എല്ലാം ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിൽ അവന് നാഗലോകത്തിന്റെ ഓർമ്മ വന്നേക്കാം. ആ കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അവനവന്റെ ചുറ്റുമുള്ള ശത്രുക്കൾ ആരാണ് എന്നത് അറിവുണ്ടാകണമെന്നില്ല. ഭൂലോകത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പകുതിയാക്കി പോകേണ്ടി വരും. അത് ദൈവസങ്കല്പത്തിനേക്കാളും അതിജീവിച്ച സങ്കല്പമാകും. നിങ്ങളുടെ മേൽ ദൈവ കോപവും വന്നു ചേരും. എടുത്തു ചാടരുത് തായെ. നിനക്ക് ലഭിച്ച നാഗമാണിക്യത്തെ സൂക്ഷിച്ചുകൊള്ളൂ. മനുഷ്യന്റെ രൂപത്തിലുള്ള ക്ഷുദ്രശക്തികളാവട്ടെ നാഗമാണിക്യത്തിന്റെ മേൽ ചാടി വീണേക്കാം. ഒരു പക്ഷേ ഇത് നിന്റെ കയ്യിലുള്ള സാധനമാണ്. ഈ കാര്യം ക്ഷുദ്രശക്തികൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന അപായങ്ങൾക്ക് നീ കീഴടങ്ങാൻ സാധ്യതയുണ്ട്. അത് കാരണം നിനക്ക് നിന്റെ ജീവനും അപകടം സംഭവിച്ചേക്കാം. അപ്പോ നാഗമാണിക്യം എന്റെ കഴുത്തിലിരിക്കുന്നത് അപകടമാണോ? അപായമാണ്. അത് നാഗലോകത്തിന്റെ തന്നെ അസ്തിത്വത്തെ കുളം തോണ്ടുവാനുള്ള കാരണമാണ്. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഉറപ്പുള്ള സ്ഥലത്ത് നാഗമാണിക്യം ഒളിച്ചു വയ്ക്കുക. യാതൊരു ദുഷ്ടശക്തികൾക്കും കണ്ടുപിടിക്കുവാനാവാത്ത രീതിയിൽ നീ അത് ഒളിച്ചു വയ്ക്കുക. അപ്പൊ എന്റെ ആദിശേഷനെ ഞാൻ എങ്ങനെയാണ് തിരയാ? അവനെ എനിക്ക് എങ്ങനെയാണ് തിരിച്ചു കിട്ടുക സ്വാമിജി? കരാള കാർക്കോടക അമാവാസിക്ക് മുന്നേ നിന്റെ പ്രിയതമൻ നിന്നിൽ വന്ന് ചേരേണ്ടതാണ്. അതാണ് ദൈവ ഇച്ഛ. സമാധാനമായിരിക്കൂ, സന്തോഷമായിരിക്കൂ. ഇനി നിന്റെ മുന്നിലുള്ളത് കഠിനമായ ദിവസങ്ങളാണ്. നാഗലോകത്തുള്ള നിനക്കും ഭൂമിയിലുള്ള ദുഷ്ടശക്തികൾക്കും പോരാട്ടമുണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ദണ്ഡനായകനായിട്ട് ആദിശേഷൻ അത് നയിക്കുന്നതായിരിക്കും. പോയി വരൂ. ആ നാഗമാണിക്യത്തെ രഹസ്യമായ സ്ഥലത്ത് ഒളിച്ചു വയ്ക്കുക. അങ്ങനെ ആയിക്കോട്ടെ സ്വാമിജി. ഈ ശിവാനി എങ്ങോട്ടേക്കാ പോയത്? എവിടെയെല്ലാം അന്വേഷിച്ചിട്ടും കാണാൻ പറ്റിയില്ലല്ലോ. വീട്ടിൽ നിന്ന് പോയപ്പോൾ വളരെ ടെൻഷനിലാണ് പോയത്. അഘോരിയും പറഞ്ഞു പ്രശ്നമാണെന്ന്. തിരികെ വീട്ടിലേക്ക് എങ്ങനെ വന്നു കാണുമോ? അമ്മേ, അമ്മേ. നീയായിരുന്നോ? എനിക്ക് എന്റെ മോൻ തൃശ്ശൂല് വിളിച്ചതുപോലെ തോന്നി. എനിക്കും അങ്ങനെ തോന്നി മോനെ. ഞാൻ എന്റെ കൊച്ചുമകൻ തൃശ്ശൂല് വന്നെന്ന് കരുതി ഓടി വന്നതാ. പക്ഷെ കണ്ടത് നിന്നെയാ. ശിവാനി ഇവിടുന്ന് പുറത്തേക്ക് വരുന്നല്ലോ. തിരിച്ചു വന്നില്ലേ? ഇല്ല, വന്നിട്ടില്ലേ. ദാക്ഷായണിയും കൃഷ്ണയും കാണുന്നില്ലേ. ധനഞ്ജയനും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലേ. എവിടെ പോയതാ ഇവരെല്ലാം? പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞിട്ട് പോവില്ല. ഞങ്ങൾ ഇരുവരും ഇനി ഇവരെല്ലാം വരുന്നത് കാത്തിരിക്കണം. അല്ല മോനെ, നീ എന്റെ മോനെ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞല്ലേ ഈ വീട്ടിലേക്ക് വന്നത്. അവനെ പറ്റി എന്തേലും അറിഞ്ഞു? അവൻ എവിടെ ഉണ്ടെന്നെങ്കിലും അറിയാമോ? പെറ്റമ്മയുടെ വിഷമം അവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നേനെ. അമ്മേ, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എത്രത്തോളം സത്യമാണോ അതുപോലെ നിങ്ങളെ തൃശ്ശൂലും വളരെ സേഫായി മറ്റൊരിടത്തുണ്ട് എന്നുള്ളതും അതുപോലെ സത്യമാണ്. മുത്തശ്ശി, നിങ്ങളെ പോലുള്ളവരുടെ ആശീർവാദം ഉണ്ടെങ്കിൽ തൃശ്ശൂർ സേഫായി തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇല്ല മോനെ, നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ലേ? എന്നാ
എന്റെ മകൻ എവിടെയാണെന്നോ എന്ത് ചെയ്യാണെന്നോ എപ്പോ വരുമെന്നൊന്നും എനിക്കറിയില്ല. നീ ഒരു കാര്യം ചെയ്യോ, അവൻ എവിടെയാന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങൾ ഇരുവരോടും വന്നൊന്ന് പറയോ? ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി. തൃശൂലിനെ പറ്റി ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുമ്പോഴേക്കും 1000 പ്രശ്നങ്ങൾ മുന്നോട്ടേക്ക് വരുന്നു. എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഉത്തരം കിട്ടുമ്പോഴേക്കും ഞാൻ എങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുവോ അതുപോലെ തൃശൂലും നിങ്ങളുടെ മുന്നിൽ നിൽക്കും. ധൈര്യമായിട്ടിരിക്കും അമ്മേ. മുത്തശ്ശി, നിങ്ങളും ധൈര്യമായിട്ടിരിക്കും. ഇവർക്ക് ഞാൻ എവിടെയാണെന്നുള്ള പ്രശ്നം, എനിക്ക് ഞാൻ ആര് എന്ന ചോദ്യം, എന്റെ ജീവിതത്തിൽ എനിക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം, എല്ലാത്തിനും ഉത്തരം കണ്ടുപിടിക്കാൻ നടക്കുന്നു. ശിവാനിയും കാണാനില്ലല്ലോ. എങ്ങോട്ട് പോയി എന്റെ ശിവാനി? പ്രണാമം ഗുരുദേവ. ഇതെന്താണ് മായാങ്കന, തനിയെ വന്നിരിക്കുന്നു? ആദിശേഷൻ എവിടെ? നാഗമാണിക്യം എവിടെയെന്ന് അറിയാൻ കഴിഞ്ഞില്ലേ? ഇല്ല ഗുരുദേവ, ആദിശേഷനെ പറ്റി ഒരു അറിവുമില്ല. നാഗമാണിക്യം എവിടെയാണെന്നും ഒരറിവുമില്ല. എന്ന് വെച്ചാൽ നിന്നെ ഭൂലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടും നാഗലോകം നിന്നെ ഏൽപ്പിച്ച ദൗത്യം നിനക്ക് നിറവേറ്റാനായില്ല എന്നത് സ്പഷ്ടം. അതിനെല്ലാം 1000 കാരണങ്ങളുണ്ട് ഗുരുദേവ. വീട്ടിലേക്ക് വരാത്ത ആദിശേഷൻ, സത്യങ്ങൾ തുറന്നു പറയാത്ത ശിവാനി, വീടിന്റെ മുന്നിൽ കാവലായി ഇരിക്കുകയാണ് കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നിരിക്കുന്ന ആ ആള്. ഇവരിലൊന്നും ഞാൻ പെടാതെ എന്റെ എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിക്കുവാൻ എനിക്ക് വിശേഷമായ ശക്തികളെല്ലാം ആവശ്യമാണ് ഗുരുദേവ. ആദിശേഷൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാതെ അവനെയും കൂട്ടി നീ നാഗലോകത്തിലേക്ക് തിരിച്ചു വരാതെ നീ ആഗ്രഹിക്കുന്ന എന്ത് ശക്തി നിനക്ക് ലഭിച്ചാലും പ്രയോജനമില്ല മായാങ്കനെ. ഗുരുദേവ, എന്തായാലും ശിവാനി ഭൂലോകത്ത് തന്നെയുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അവള് തെറ്റ് ചെയ്തു. ഒരു തെറ്റും ചെയ്യേണ്ട സ്വഭാവമല്ല അവളുടേത്. അന്ന് എന്താണ് സംഭവിച്ചതാവോ? ഗുരുവര്യ, ദയവ് ചെയ്ത് അവളുടെ തെറ്റ് പുറത്ത്. വിജയിച്ചു വരുന്നത് ആര് തന്നെയായാലും അവർക്ക് ക്ഷമ ലഭിക്കുന്നതാണ്. തോറ്റുവരുന്നവർക്ക് വിജയിക്കുവാനുള്ള അവസരവും ലഭിക്കും. എന്നാൽ ദ്രോഹം ചെയ്തവർക്ക് ക്ഷമയുമില്ല, പരിഗണനയുമില്ല. പകരം മരണം മാത്രം. ഇത് ഈ ലോകത്തിന്റെ നിയമമാണ് നാഗമാത. അതറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ സംസാരിക്കരുത്. ഗുരുദേവ, എന്നെ അങ്ങ് ആശീർവദിച്ചാലും അവളുടെ മരണം ഉറപ്പാണ്. നാഗമാണിക്യം സ്വന്തമാക്കി ആദിശേഷനെയും കൂട്ടി നാഗലോകത്തിലേക്ക് തീർച്ചയായും മടങ്ങി വരും. വ്യർത്ഥമായ വാക്കുകൾ വേണ്ട മായാങ്കനെ. തോൽവിക്ക് കാരണം ബോധിപ്പിക്കുന്നവർ ഭീരുക്കളാണ്, ബലഹീനരാണ്. അനാവശ്യമായ ആഗ്രഹങ്ങൾ മനസ്സിൽ നിന്നും മായ്ച്ചു കളയൂ. ഇത് അനാവശ്യമായ കാര്യമല്ല ഗുരുദേവ. എന്നിലുള്ള ശക്തി കൊണ്ട് ഇതൊന്നും മതിയാകില്ല. അങ്ങ് എന്നോട് അല്പം കൂടി ദയ കാട്ടിയാലും. ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ ശത്രുക്കളെല്ലാം ഒരുമിച്ച് മുന്നിലേക്ക് വന്നാൽ പിന്നീട് വിജയിക്കുക എന്നത് അസാധ്യമാണ്. ശത്രുക്കളുടെ ബന്ധനത്തിൽ കഴിയേണ്ടി വന്നത് എനിക്കാണ്. ആ ബന്ധനത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു വന്നത് എന്റെ ഭാഗ്യം കൊണ്ട് മാത്രം. ഒരു ശക്തികളും എനിക്കില്ലാതെ ഞാൻ എങ്ങനെ പോരാടണം? മായാങ്കനെ, നിനക്ക് ഇവിടെ നിന്നും എന്ത് ശക്തി തന്നെ ലഭിച്ചാലും യാതൊരു പ്രയോജനവുമില്ല. നിന്റെ പരാജയം തീർച്ചയാണ്. മഹാദേവ, അങ്ങേക്കെന്റെ നമോവാകം. മഹാദേവ, ഇതാ
നാഗമാണിക്യം നാഗലോകത്തിന്റെ സ്വത്താണിത്. നാഗകുലത്തിലുള്ളവരുടെ ജീവവാഹിനിയാണ്. നാഗലോകത്തിന്റെ ഐശ്വര്യമാണിത്. നാഗലോകത്തിന്റെ തേജസ്സായ ഈ നാഗമാണിക്യം ഇത്രയും ദിവസം എന്റെ കഴുത്തിലുണ്ടായിരുന്നു. പക്ഷെ ഞാനത് അറിഞ്ഞില്ല. ഇത്രയും ദിവസം നാഗമാണിക്യമായിരുന്നു എന്നെ സംരക്ഷിച്ചത്, ജീവൻ രക്ഷിച്ചത്. സ്വാമിജി പറഞ്ഞതനുസരിച്ച് ദുഷ്ടജന്മങ്ങളുടെ കണ്ണ് പെടാതിരിക്കാൻ നാഗമാണിക്യം ഞാൻ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചേ പറ്റൂ. ഇത് അങ്ങയുടെ കയ്യിൽ സൂക്ഷിക്കാൻ തരികയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ശക്തിക്കും ഇതിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല.